അമേരിക്ക, ജോ ബൈഡൻ ഭാരതത്തിൻ്റെ സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അതേസമയം നാറ്റോയ്ക്ക് പിന്നിൽ ഒരു ശക്തിയായി നിന്ന് യുക്രൈന് സഹായം എത്തിക്കുന്നതും അമേരിക്കയാണെന്ന് പരക്കെ പറയുന്നുണ്ടല്ലോ. എന്തായിരിക്കും അമേരിക്കയുടെ അടുത്ത ഗെയിം? ഇതാണ് ചോദ്യം. 3 പേര് 30 സെക്കൻഡ് വീതം സമയമെടുത്ത് മറുപടി പറയണം. ഡോക്ടർ മോഹൻ വർഗീസ്. ലോക പോലീസ് എന്ന നിലയിലെ അമേരിക്കയുടെ സാന്നിധ്യവും റോളും പുനർവിചിന്തനം ചെയ്യാനുള്ള സമയമായി എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തു വിഷയം വരുമ്പോഴും പരിഹാരത്തിന് അമേരിക്കയാണ്. അറബ് ഇസ്രയേലി വിഷയമായിക്കൊള്ളട്ടെ, ആഫ്രിക്കൻ രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമായിക്കൊള്ളട്ടെ, ലോകത്തിൻ്റെ കടിഞ്ഞാൺ പിടിക്കുന്ന ശക്തി എന്ന നിലയിൽ നിന്നും അമേരിക്ക പിന്നോട്ട് പോയിരിക്കുന്നു. ആ യാഥാർത്ഥ്യം അമേരിക്ക മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് കുറച്ചുകൂടി ഡൈവേഴ്സിഫൈഡ് ചേഞ്ച് വേൾഡ് ഓർഡർ അമേരിക്ക കൂടി അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ചെയ്യാൻ ഇതിനൊരു ന്യായമായ റോൾ വഹിക്കാൻ സാധിക്കും. അപ്പോൾ ഭാരതത്തിന് ഈ കാര്യം നിഷ്പക്ഷമായ ഒരു രാജ്യമെന്ന നിലയിൽ, അല്ലെങ്കിൽ ആർജവത്തോടുകൂടി ചെയ്യാനാവുന്ന രാജ്യമെന്ന നിലയിൽ സാധിക്കും. ഉക്രൈൻ വിഷയത്തിൽ, റഷ്യ ഉക്രൈൻ വിഷയത്തിൽ തീർച്ചയായും ഒരു വെടിനിർത്തൽ കൊണ്ടുവരാൻ ഭാരതത്തിൻ്റെ ഇനിഷ്യേറ്റീവിന് സാധിക്കുമെന്ന് റഷ്യയും ഉക്രൈനും അമേരിക്കയും ഇറ്റലിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു വെച്ചു കഴിഞ്ഞ ആഴ്ചകളിൽ. ഇതാണ് ഭാരതത്തിൻ്റെ ഒരു മെറിറ്റ്. അപ്പം ഇന്ത്യ ഹാസ് അറൈവ്ഡ് അറ്റ് ദി വേൾഡ് സ്റ്റേജ് ഇൻ എ ഹ്യൂജ് വേ. അതായത് ഇന്ത്യക്ക് പിന്നിൽ അണിനിരക്കുന്നു വൻ ശക്തികൾ എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രങ്ങൾ, അല്ലേ ശ്രീ എസ് ഡിന്നി? തീർച്ചയായിട്ടും. ഇതിനകത്ത് അമേരിക്കയെ സംബന്ധിച്ചോളം അമേരിക്കയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഒപ്പീനിയൻ, അവിടുത്തെ പബ്ലിക് ഒപ്പീനിയൻ നമ്മൾ എന്തിനാണ് ഇത്രയും പൈസ ഈ യുക്രൈൻ യുദ്ധത്തിലേക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു പബ്ലിക് ഒപ്പീനിയൻ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കറിയാം ജോ ബൈഡൻ വരെ ഈ പൈസ കൊടുക്കാൻ കുറച്ച് പിടിച്ചു വെച്ചിട്ടാണ് പിന്നീടാണ് അദ്ദേഹം അത് റിലീസ് ചെയ്തത്. അപ്പൊ പബ്ലിക് ഒപ്പീനിയൻ ഈ യുക്രൈൻ വാർ തുടർന്നിങ്ങനെ പോകുന്നതിനകത്ത് താല്പര്യമില്ല. പക്ഷേ US-നെ സംബന്ധിച്ചാലും അമേരിക്കയെ സംബന്ധിച്ചോളം എങ്ങനെയാണ് റഷ്യ എടുത്ത് പോയി പറയുക, അല്ലെങ്കിൽ ആര് പറഞ്ഞ, ഇപ്പൊ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യ കേൾക്കത്തില്ല. അപ്പം ചൈന എടുത്തും പറയാനുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല US-ൽ. അങ്ങനെ നോക്കുമ്പം ഇന്ത്യ മാത്രമേ ഉള്ളൂ അവർ ട്രസ്റ്റ് ചെയ്യുന്നത്. അതായത് റഷ്യയിലേക്ക് പ്രൈം മിനിസ്റ്റർ മോദി വിസിറ്റ് നടത്തിയപ്പം വൈറ്റ് ഹൗസിലെ സ്പോക്സ് പേഴ്സൺ അവിടെ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ ഇന്ത്യ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്നുള്ള പറയുന്നത്, സ്ട്രാറ്റജിക് പാർട്ട്ണർ ആണെന്നല്ലോ. എന്നിട്ട് നോക്കൂ, ഇന്ത്യ അവിടെ റഷ്യയിലേക്ക് പോവുകയാണ്. അപ്പൊ അവര് പറഞ്ഞ വി ട്രസ്റ്റ് ഇന്ത്യൻസ് എന്നാണ്. അതായത് നമ്മൾ ഇന്ത്യൻസിനെ അവരെ വിശ്വസിക്കുന്നു, അവർ പോയാൽ ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് അതിന് ഒരു കുറവും വരുത്തില്ല എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് എന്നും പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഒരേ ഒരു രാജ്യം ഈ എല്ലാ ആളുകളുടെ കൂടെ നിൽക്കാം, അവരുടെ ട്രസ്റ്റ് ഒരിക്കലും എന്താ പറഞ്ഞ അതിനെ ഒരു കോട്ടവും വരുത്തില്ല എന്നുള്ള ഒറ്റ ഒരു രാജ്യം ഭാരതം മാത്രമേ ഉള്ളൂ. അതിനെ നയിക്കുന്ന സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ TP ജയേന്ദ്രൻ മാസ്റ്റർ, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. 30 സെക്കൻഡ്. ഒരു ലോക ജേതാവിന്റെ, നേതാവ് എന്ന വാക്കല്ല ഞാൻ ഉപയോഗിക്കുന്നത്, ഒരു ലോക ജേതാവിന്റെ ആവിർഭാവവും ആ ലോക ജേതാവിന് സാർവദേശീയമായുള്ള അംഗീകാരവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ശാക്തിക ചേരിയിൽ വിമുക്തമായ ഒരു മൂന്നാം അച്ചുതണ്ട്, ആ പദമാണ് എനിക്ക് പ്രയോഗിക്കാനുള്ളത്, ഒരു മൂന്നാം കോംപ്രമൈസിംഗ് ആയിട്ടുള്ള സ്വീകാര്യതയുടെ ഒരു അച്ചുതണ്ടിന് രൂപം കൊടുക്കാനും ഇത് ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളുടെയും അംഗീകാരത്തോടെയും പിന്തുണയോടെയും ഭാരതത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇത് നൽകുന്നത്. ശാക്തിക ചേരിക്കും നേതൃത്വം കൊടുക്കുന്ന യുദ്ധക്കൊതിക്കും അന്ത്യം കുറിക്കുകയും ബുദ്ധന്റെ ലോക സമാധാനത്തിന്റെ സന്ദേശം ലോകമെമ്പാടും പരത്തുന്ന തരത്തിലേക്ക് പുതിയൊരു ലോകക്രമത്തിന് നേതൃത്വം കൊടുക്കാൻ നരേന്ദ്രമോദിയുടെ ഭാരതത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഇത് നൽകുന്ന സൂചന. ശരി, വെറുതെ ഒരു നേതാവിന് മധ്യസ്ഥനായി ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകൾ ലോകം അംഗീകരിക്കണ്ടേ? ലോകത്തിന് അദ്ദേഹത്തിനു മേൽ വിശ്വാസമുണ്ടാകേണ്ടേ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നരേന്ദ്രമോദി. സ്വന്തം രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ശരിയായി ഉപയോഗപ്പെടുത്തുന്ന ഒരു നേതാവിന് മാത്രമേ ലോക നേതാവെന്ന നിലയ്ക്കപ്പുറം ലോക ജേതാവായി നിലനിൽക്കാനാകൂ. നരേന്ദ്രമോദിയാണ് അതിനുത്തരം.